വെൽക്കം ബാക്ക് ടു ട്രാവൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് ഒരു അടിപൊളി കോംബോ ഓഫറാണ്. ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സർപ്രൈസ് ആയിട്ടുള്ളൊരു കോംബോ വരുന്നുണ്ട്. 10 പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നതെന്നുള്ളത്. അപ്പോൾ കോംബോയിൽ വരുന്ന പ്ലാന്റ്സൊക്കെയാണ് നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരുന്നത്. ഇതിനകത്ത് 10 പ്ലാന്റ്സ് അല്ല, അതിൽ കൂടുതൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 10 എണ്ണമായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. കാരണം നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ്സിൻ്റെ അവൈലബിലിറ്റി എല്ലാം വെച്ചിട്ടായിരിക്കും പ്ലാൻസ് അയച്ചു തരിക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്ക് ഈ ഒരു കോംബോയിൽ സെലക്ഷൻ വരുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്ലാൻസ് ചിലപ്പോൾ നിങ്ങൾ പറയുന്ന പ്ലാൻസ് ചിലപ്പോൾ അയച്ചു തരാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ ഹെൽപ്പിന് ഒരാളെയും കൂടെ വെച്ചിട്ടാണ് കൊറിയർ അയക്കുന്നത്. അപ്പോൾ നമ്മളവർക്ക് ഇങ്ങനെ 10 കോംബോയുടെ സ്ലിപ്പ് കൊടുക്കും. അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുന്ന പ്ലാൻസ് എല്ലാം ഒരിടത്തായിരിക്കും വെച്ചേക്കുന്നത്. അതിൽ നിന്ന് ഏതെങ്കിലും 10 എണ്ണമായിരിക്കും എടുക്കുന്നത്. നമ്മുടെ പ്ലാൻസ് അവൈലബിലിറ്റി പോലെ ഏതെങ്കിലും 10 പ്ലാൻസ് ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ എല്ലാ പേർക്കും ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ കോംബോയിൽ 10 പ്ലാൻസ് കാണിച്ചിട്ടായിരിക്കും ചിലപ്പോൾ സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പ്ലാൻസ് എന്തെങ്കിലും ഒരു ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കോംബോ ഡ്രോപ്പ് ഡൗൺ ആയിപ്പോവും. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ 20 പേർക്കുള്ള കൊറിയറാണ് നമ്മൾ എടുത്തേക്കുന്നത് എങ്കിൽ പോലും 25 സെറ്റ് നമുക്ക് അവൈലബിൾ ആണ്. കാരണം ഇപ്പോൾ എടുക്കുന്നതിൽ ഏതെങ്കിലും ഒരു പ്ലാന്റിന് എന്തെങ്കിലും ഡാമേജ് വരുമോ, നമ്മൾ എടുക്കുന്ന സമയത്ത് ഒടിഞ്ഞു പോകുമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് 25 സെറ്റ് നമ്മൾക്ക് അവൈലബിൾ ആണ്. അതിൽ 20 എണ്ണം മാത്രമായിരിക്കും നമ്മൾ സെയിൽ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട്, അതായത് നമ്മൾ ആ ഒരു കോംബോ കഴിഞ്ഞിട്ട് പ്ലാൻസ് എന്തെങ്കിലും അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചോദിക്കുന്ന 5 പേർ കൂടെ തരും. അവൈലബിൾ ആണെങ്കിൽ മാത്രം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഇൻക്ലൂഡ് അയക്കുന്നത് ഈ ഒരു പ്ലാൻസൊക്കെയാണ്. ഇതിനകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ പ്ലാൻസുമാണ് നമ്മുടെ കോംബോയിൽ നമ്മൾ ആഡ് ആക്കിയിരിക്കുന്നത് കേട്ടോ. പീസ് ആൻഡ് ലവ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ യെല്ലോ മിനിയേച്ചർ ടൈപ്പ് വരുന്നുണ്ട്. പിന്നെയുള്ളത് നമ്മുടെ കാശ്മീരി ടൈപ്പ്, ഈ ഒരു റെഡ് ബട്ടൺ റോസ്, അഹല്യ റോസ്, പിന്നെ യെല്ലോ നാടൻ, അങ്ങനെ ഒരുപാട് റോസസ് ഉണ്ട് കേട്ടോ. അതിൽ കുറച്ചൊക്കെ ഞാൻ ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ട്. വെറൈറ്റീസ് ആയിട്ടുള്ള പീസ് ആൻഡ് ലവ് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബേബി പാരഡൈസ്, പിന്നെ റെഡ് പിനാക്കിയോയുടെ ഒന്നും പിക്ചർ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. കാരണം കോംബോ സെറ്റ് ചെയ്തു. ഇനിയിപ്പം ഓണം അവധിയൊക്കെ വരുവാണ്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് പ്ലാൻസ് അയക്കണം. അപ്പോൾ ഞാൻ ഓണത്തിന് കുറച്ച് നാൾ മുമ്പായിട്ട് ഈ ഒരു കോംബോ ഇടാം എന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓണത്തിന് അവധിയും കാര്യങ്ങളൊക്കെ വരും. അതുപോലെ തന്നെ നിങ്ങൾക്കും തിരക്കായിരിക്കും. ഓണം സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ചിലപ്പോൾ ട്രിപ്പൊക്കെ പോകാൻ പ്ലാൻ ചെയ്തേക്കുന്നവരുണ്ടാവും. അതുപോലെ തന്നെ ചിലപ്പോൾ റിലേറ്റീവ്സൊക്കെ വീട്ടിൽ വന്ന് നിങ്ങൾ എൻജോയ് ചെയ്യുന്ന ടൈമായിരിക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ ചിലപ്പോൾ കൊറിയറൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാം. പിന്നെ DTDC ചിലപ്പോൾ അവധിയാവാൻ ചാൻസ് ഉണ്ട്. 1-2 ദിവസമൊക്കെ അവധിയാവും. അപ്പോൾ നമ്മുടെ ആ ഒരു ആഴ്ച തന്നെ ചിലപ്പോൾ കൊറിയർ അയക്കാൻ പറ്റാണ്ട് വരും. അങ്ങനെ വിചാരിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചുവെങ്കിൽ നമുക്കിപ്പോൾ തന്നെ കൊറിയർ ഇത് അപ്ഡേറ്റ് ചെയ്യാം, കോംബോ ഓഫർ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ആവശ്യമുള്ളവർ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നാളെ സൺഡേ അല്ലേ, സൺഡേ നിങ്ങളിപ്പോൾ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ കൊറിയർ വരുന്നുണ്ട്. വെള്ളിയാഴ്ച ദിവസം നമ്മൾ ട്രിവാൻഡ്രം മുതൽ എറണാകുളം ഡിസ്ട്രിക്റ്റ് വരെ അയക്കുകയുള്ളൂ. ബാക്കി വ്യാഴാഴ്ച വരെ നമ്മൾ ഓൾ കേരള അയക്കുന്നുണ്ട്. പ്രത്യേകം നല്ല തമിഴ്നാടൊക്കെ ആണെന്നുണ്ടെങ്കിൽ തിങ്കൾ, ചൊവ്വ ദിവസങ്ങൾ ബാക്കിയുള്ള ഡിസ്ട്രിക്റ്റ് കേരളം ഒഴികെ ബാക്കിയുള്ള സ്റ്റേറ്റ്സ് കേരളം ഒഴികെ ബാക്കിയുള്ള സ്റ്റേറ്റ്സിലൊക്കെ നമ്മൾ തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ സ്പീഡ് പോസ്റ്റിൽ ഉള്ളവർക്ക് സ്പീഡ് പോസ്റ്റ് അയക്കും. കേരളത്തിനകത്തുള്ളവർക്കും സ്പീഡ് പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ സ്പീഡ് പോസ്റ്റിൽ തന്നെ നമ്മൾ അയക്കുന്നതായിരിക്കും. DTDC വേണമെന്ന് പറഞ്ഞിട്ടുള്ളവർക്ക് അതും അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു കോംബോ, അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ കോംബോ അപ്ലോഡ് ചെയ്യുന്നത്. അത് കൂടാണ്ട് നമുക്ക് വേറെയും കോംബോസ് വരുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി 2 കോംബോ ഇപ്പോൾ റണ്ണിങ് ആണ്. നമ്മുടെ 380ൻ്റെ 5 പ്ലാൻസിൻ്റെ കോംബോയും 600 രൂപയുടെ 6 പ്ലാൻസിൻ്റെ കോംബോയും. ആ ഓർഡർ തന്ന എല്ലാവർക്കുമുള്ള പ്ലാൻസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിലായിരിക്കും കൊറിയർ അയക്കുന്നത്. പിന്നെ നമ്മുടെ ഓൾറെഡി പെൻഡിങ് ആയിട്ടുള്ള മിക്ക കസ്റ്റമേഴ്സിനെ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് പേർക്കൊക്കെ ഇപ്പോൾ കോൾ വന്നിട്ടുണ്ടാവും, നമ്മൾ എന്തുകൊണ്ടാണ് കൊറിയർ അയക്കാത്തതെന്നുള്ളത്. എല്ലാവരും ഇപ്പോൾ നമ്മളെ വീഡിയോസ് കാണണമെന്നുണ്ടാവില്ലല്ലോ. ഒരു ദിവസം കണ്ടിട്ട് ചിലപ്പോൾ ഓർഡർ തന്നവരായിരിക്കും, ചിലപ്പോൾ നമ്മൾ ഫോളോ അപ്പ് ചെയ്യാത്തവരായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ചിലപ്പോൾ പ്ലാന്റ് കിട്ടാതെ വരുമ്പോൾ ടെൻഷൻ വരും, വിഷമം വരും, എന്താ അയക്കാത്തതെന്നൊക്കെ ഓർത്തിട്ടൊരു പേടിയൊക്കെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ നമ്മൾ മാക്സിമം വിളിച്ച് ഇൻഫോം ചെയ്യുവാണ് നമ്മൾ എന്തുകൊണ്ടാണ് ഡിലേ ആയതെന്നുള്ളതൊക്കെ. ഇന്നാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊന്ന് ഫ്രീ ആയത്.
ഏകദേശം ഒരു 8 മണിക്ക് ശേഷമാണ് വിളിച്ചു തുടങ്ങിയിട്ടുള്ളത്. അതുവരെ നമ്മൾ രാവിലെ മുതൽ ഗാർഡനിൽ തന്നെ ആയിരുന്നു. പിന്നെ നമുക്കൊരു കസ്റ്റമർ നമ്മുടെ ഗാർഡനിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു. ഫ്രീ ആയ ടൈമിൽ നമ്മളെല്ലാവരെയും അല്ല, കുറച്ച് പേരെ മാത്രമേ, ഒരു 50, 100, 100-നകത്ത് ആൾക്കാരെ മാത്രമേ നമ്മളിന്ന് ഇൻഫോം ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളവരെയൊക്കെ നമ്മൾ നാളെയൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഡിലേ ആയതുകൊണ്ട് ഇപ്പോൾ ഏകദേശം വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയം 11 മണിയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 10:30 വരെ നമ്മൾ കോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ എല്ലാവരും ഉറങ്ങുന്ന സമയം ആയതുകൊണ്ട് മാത്രമാണ് കോൾ ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഇതൊക്കെയാണ്. കമ്മൽ റോസ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഓറഞ്ചാണ്, നല്ലൊരു ഡീപ്പായിട്ടുള്ളൊരു ഓറഞ്ചാണ്. മിനിയേച്ചറല്ല, മിനിയേച്ചറിനെക്കാളും കുറച്ചുകൂടെ വലിയ സൈസാണ് കേട്ടോ. ഇതിപ്പോൾ കളർ കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. വല്ലാത്തൊരു ഡാർക്കായിട്ടുള്ളൊരു ഓറഞ്ചാണ് കേട്ടോ ഇതിൽ വരുന്നത്. നല്ലൊരു അടിപൊളി ഫ്ലവറാണ്. ഈ കോമ്പോയ്ക്കകത്ത് നാടൻ ബഡ്ഡിങ്ങും വരുന്നുണ്ട്, ഓൺ റൂട്ടഡും വരുന്നുണ്ട്, ബഡ്ഡിങ് പ്ലാന്റ്സും വരുന്നുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ്, നല്ല പോലെ ബ്ലൂം ചെയ്യുന്ന ടൈപ്പ് പ്ലാന്റ്സാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു കോമ്പോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഇതാണ് നേരത്തെ കാണിച്ചിട്ടുള്ള ഒരു റോസ് ഓറഞ്ചില്ലേ. കുറച്ച് ഈവനിങ് ഒക്കെയാണ് വീഡിയോ എടുത്തത്. അപ്പോൾ അതിൻ്റെ ഒരു മങ്ങലാണ് ഈ വീഡിയോയിൽ കാണുന്നത്. കറക്റ്റ് ആ ഒരു കളർ അറിയാൻ പറ്റാത്തത്. പിന്നെ നമ്മുടെ റൂബി റെഡ് വരുന്നുണ്ട്, പിന്നെ റെഡ് പിനാക്കിയോ റോസ്, അങ്ങനെ കുറച്ച് റോസസൊക്കെയാണ് നമ്മുടെ ഒരു 10 എണ്ണം ഇതിൽ കാണിച്ചേക്കുന്നതിൽ. ഏതെങ്കിലുമൊക്കെ 10 എണ്ണം ആയിരിക്കും നിങ്ങൾക്ക് തരിക കേട്ടോ. പിന്നെ നമ്മുടെ ബട്ടർഫ്ലൈ റോസിൻ്റെ ഒരു സെമി ക്രീപ്പർ ടൈപ്പാണിത്. നമുക്ക് ബുഷിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വിട്ട് ബുഷിയായിട്ട് വളർത്താം. ക്രീപ്പറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ക്രീപ്പറായിട്ട് വളർത്താൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പ്ലാന്റാണ്. സിംഗിൾ പെറ്റലൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഇതിൽ സ്ഥിരമായിട്ട് നമുക്ക് പൂക്കൾ തരുന്ന പ്ലാന്റ്സാണ് ഈ ഒരു കോമ്പോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. നമ്മുടെ ബിഗിനേഴ്സിനൊക്കെ പറ്റിയൊരു ചാൻസാണ് ഈ ഒരു പ്ലാന്റ്സ് എന്ന് പറയുന്നത്. കാരണം തുടക്കക്കാർക്കൊക്കെയാണ് ഈ ഒരു കോംബോ 10 പ്ലാന്റ്സ് ഈ ഒരു എമൗണ്ടിൽ കിട്ടുക. കൊറിയർ ചാർജ് ഉൾപ്പെടെ നമ്മൾ ചാർജ് ചെയ്തേക്കുന്നത് 600 രൂപയാണ് കേട്ടോ. 10 പ്ലാന്റ്സിന് 600 രൂപ ആണ് നമ്മൾ, ഇൻക്ലൂഡിങ് CC ഉൾപ്പെടെ 600 രൂപയാണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. 10 പ്ലാന്റ്സ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ഇടാനും ഒന്നും മറക്കരുത്. നിങ്ങൾക്ക് കോംബോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്